നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. ആദ്യം പ്രധാന വാർത്തകൾ. മങ്കൊമ്പ് 60 ചിറ കോളനിയിൽ യുവതി ആക്രമണത്തിനിരയായെന്ന വാർത്ത വാസ്തവ വിരുദ്ധമെന്ന് കോളനി നിവാസികൾ. വൃദ്ധയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് നാട്ടുകാർ. കൊച്ചുമകൻ പോലീസ് കസ്റ്റഡിയിൽ. പട്ടയമില്ലാതെ പായിപ്പാട്ടെ പട്ടിണിപ്പാവങ്ങൾ. പട്ടയം ലഭിക്കാത്തതിനാൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും ഇല്ലത്തുപറമ്പ് കോളനി നിവാസികൾ. വാർത്തകൾ വിശദമായി. മങ്കൊമ്പ് 60 ചിറ കോളനിയിൽ മനോജിന്റെ ഭാര്യ ഗായത്രിയെ കോളനി നിവാസികൾ ആക്രമിച്ചെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് കോളനി നിവാസികൾ. കഞ്ചാവ് വിൽക്കുന്നതും ആളക്കോട്ട് കോളനിയിൽ അക്രമം നടത്തുന്നതും മനോജും സംഘവുമാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കിടയിൽ നടന്ന വഴക്ക് മുതലെടുത്ത് ഗായത്രിയും ഭർത്താവും പുളുങ്ങുന്ന പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളനിയിലെ കുട്ടികൾക്കെതിരെ പോലീസ് കേസെടുത്തെന്നും നാട്ടുകാർ പറഞ്ഞു. പട്ടണത്തിൽ എന്റെ മോനെ വീട് കയറി തല്ലി പോലീസുകാർ മൊത്തം വന്ന് അവൾ കേസ് കൊടുത്തിട്ട് അവളാണ് ഈ കഞ്ചാവ് വിൽക്കുന്നതും വെള്ളം കൊടുക്കുന്നതും എല്ലാം. അവിടെ ഭർത്താവിനെ ആള് കൂട്ടിച്ചോണ്ട് വന്ന് തല്ലിക്കുന്നു എടുക്കുന്നു എല്ലാം അവിടെ. ഇതൊന്നും അവിടെ നടന്ന സംഭവമല്ല. ഇതൊക്കെ ഇവള് തന്നെത്താൻ പറഞ്ഞുണ്ടാക്കിയത് കള്ളക്കേസ് പറഞ്ഞതുമാണ്. കോളനി നിവാസികളെ മനോജും സംഘവും ആക്രമിക്കുകയും അത് മറച്ചുവെക്കുവാൻ ഭാര്യ ഗായത്രിയെ ആശുപത്രിയിൽ കാരണമില്ലാതെ അഡ്മിറ്റാക്കുകയുമായിരുന്നു. SI സാറ് ഞങ്ങൾ തെട്ടിക്കയറി ഞങ്ങളുടെ അപേക്ഷ എല്ലാം കൊടുത്തിട്ട് സാറ് സ്വീകരിച്ചില്ല. അത് വലിച്ചെറിഞ്ഞ് ഒന്ന് നോക്ക് പോലും ചെയ്തില്ല. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ തന്നെയാണ് ഗായത്രി ഇപ്പം കൊണ്ട് കേസ് കൊടുത്തത്. ഈ വാറ്റിയാരാവ്യം വിൽക്കുന്നതും എല്ലാം ഈ അവിടെ അനാശാസ്യം നടക്കുന്നുണ്ട്. അതിനെ പലതവണ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നാണ് ഗായത്രി ഇപ്പം മുൻവൈരാഗ്യവും കാരണമാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാരുടെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് അവരെ തല്ലിച്ചത്. ഞങ്ങൾക്കൊരു നീതി ലഭിക്കണം ഇതിൽ നിന്ന്. തങ്ങളുടെ ഭാഗം കേൾക്കാൻ പുളുങ്ങുന്ന പോലീസ് തയ്യാറായില്ലെന്നും 60 ചിറ കോളനി നിവാസികളായ സന്ധ്യ, വാസന്തി, അമ്പിളി, ലത, രേണുക, സാനിയ എന്നിവർ പറഞ്ഞു. മങ്കൊമ്പിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു ഇവർ. വൃദ്ധയുടെ മരണത്തിൽ ദുരൂഹത. കൊച്ചുമകൻ പോലീസ് കസ്റ്റഡിയിൽ. കാവാലം ചെമ്മാരപ്പള്ളി വീട്ടിൽ ലക്ഷ്മിക്കുട്ടിയമ്മയാണ് മരണപ്പെട്ടത്. സ്ഥിര മദ്യപാനിയായിരുന്ന കൊച്ചുമകൻ രതീഷ് ലക്ഷ്മിക്കുട്ടിയമ്മയെ സ്ഥിരമായി ഉപദ്രവിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. 88 വയസ്സുള്ള വൃദ്ധയും രോഗിയുമായ ഇവർ പലതവണ ഇക്കാര്യം സമീപവാസികളെയും ജനപ്രതിനിധികളെയും അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് ആലപ്പുഴ സാമൂഹ്യക്ഷേമ വകുപ്പ് പ്രൊബേഷൻ ഓഫീസർ ശ്രീദേവി കാവാലത്തെത്തി ഇവരെ ആലപ്പുഴ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റിയിരുന്നു. പോലീസിന്റെ സഹായത്തോടെ രതീഷിനെ അറസ്റ്റ് ചെയ്തു നീക്കിയതിനു ശേഷമാണ് ഇവരെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റിയത്. തുടർന്ന് രതീഷ് ഗൾഫിൽ പോയ സമയത്ത് ലക്ഷ്മിക്കുട്ടിയമ്മയും മകനും ഭാര്യയും ചേർന്ന് ഇവരെ വീട്ടിൽ തിരിച്ചെത്തിച്ചു. അമിത മദ്യപാനത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട് വീട്ടിലെത്തിയ രതീഷ് അമ്മൂമ്മയെയും സഹോദരിയെയും അമ്മയെയും മർദ്ദിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു. സ്വാഭാവിക മരണമായി വരുത്തി തീർക്കാനുള്ള ശ്രമം നാട്ടുകാരിടപെട്ട് തടഞ്ഞു. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴയിൽ എത്തിച്ചു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 40 വർഷമായി പട്ടയം ലഭിക്കാത്തതിനാൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി പായിപ്പാട് പഞ്ചായത്തിലെ 4ഓളം കുടുംബങ്ങൾ. പായിപ്പാട് പഞ്ചായത്തിലെ ഇല്ലത്തുപറമ്പ് കോളനിയിലെ പീറ്റർ ജോൺ, ഏലുക്കുട്ടി തോമസ്, ഷാനില, സുനിൽ എന്നിവർക്കാണ് സർക്കാർ പട്ടയം നിഷേധിച്ചത്. 1972 ഭൂരഹിതരായ 60ഓളം കർഷക തൊഴിലാളികൾക്ക് സർക്കാർ അനുവദിച്ചതാണ് ഈ ഭൂമി. തുടർന്ന് പല ഘട്ടങ്ങളിലായി മറ്റുള്ളവർക്ക് പട്ടയം നൽകി. എന്നാൽ പട്ടയം ലഭിക്കാത്ത 4ഓളം കുടുംബങ്ങളുടെ കൈവശമുള്ളത് ഭൂമി നൽകിയപ്പോൾ ലഭിച്ച അനുവാദപത്രം മാത്രമാണുള്ളത്. തന്മൂലം സർക്കാർ സഹായങ്ങൾ ഒന്നും തന്നെ ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നില്ല. 2011 ചങ്ങനാശ്ശേരി താലൂക്കിൽ വെച്ച് റവന്യൂ അധികാരികൾ നടത്തിയ അദാലത്തിൽ ഇവർ പരാതി നൽകിയിട്ടും നാളിതുവരെ യാതൊരു പ്രയോജനവും ലഭിച്ചില്ല. കൂടാതെ മുഖ്യമന്ത്രിക്കും പഞ്ചായത്ത് അധികാരികൾക്കും ഇവർ പരാതി നൽകി കാത്തിരിക്കുകയാണ്. 40 വർഷത്തോളമായി ഞങ്ങൾക്ക് പട്ടയം കിട്ടാതായിട്ട്. 4 കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കോളനിക്കാരാണ്. അസിസ്റ്റന്റ് കളക്ടർക്ക് 2015 കൊണ്ട് അപേക്ഷ കൊടുത്ത് എന്നിട്ട് ഇതുവരെ അതിനൊരു തീരുമാനമായില്ല. പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുത്തിട്ട് അതിന്റെ റെസിപ്റ്റ് കിട്ടിയതേ ഉള്ളൂ. ഇതുവരെ അവിടുന്ന് ഒരു തീരുമാനവും ഉണ്ടായില്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു തീരുമാനം ഉണ്ടായി കിട്ടണം. കൂലിവേല ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ജീവിത ചിലവുകൾ തന്നെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഇവർക്ക് അധികാരികളുടെ അവഗണന മൂലം അർഹതപ്പെട്ട ആനുകൂല്യങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി.
സംസ്ഥാനത്ത് മരുന്ന് വിൽപ്പന ഊർജിതമാക്കാൻ സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും തയ്യാറെടുക്കുമ്പോൾ കാരുണ്യ ഫാർമസികളെ ആരോഗ്യവകുപ്പ് തഴയുന്നു. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള മരുന്ന് നൽകുന്നതിലൂടെ സാധാരണക്കാരന് ഏറ്റവുമധികം പ്രയോജനകരമാകുന്നത് കാരുണ്യാണ്. സിവിൽ സപ്ലൈസും സഹകരണ വകുപ്പുകളും ലാഭം വർദ്ധിപ്പിക്കുന്നതിനായാണ് കൂടുതൽ മെഡിക്കൽ സ്റ്റോറുകൾ തുറക്കുന്നത്. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ പ്രതിമാസം 5.2 കോടി രൂപയുടെ വിൽപ്പന വരെയാണ് നടക്കുന്നത്. അതേസമയം ലാഭത്തേക്കാൾ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന കാരുണ്യ ഫാർമസികളിൽ പ്രതിദിനം ലക്ഷങ്ങളുടെ വിൽപ്പന നടക്കുന്നുണ്ട്. കനത്ത വിലയുള്ള മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്ന വൃക്ക, ക്യാൻസർ രോഗികൾക്ക് കാരുണ്യ വലിയ ആശ്വാസമായിരുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 200 പുതിയ റീറ്റെയിൽ മെഡിക്കൽ സ്റ്റോറുകളാണ് സിവിൽ സപ്ലൈസ് ലക്ഷ്യമിടുന്നത്. കൺസ്യൂമർ ഫെഡും കൂടുതൽ ഫാർമസികൾ തുറക്കുവാനുള്ള ആലോചനയിലുമാണ്. മരുന്നുകൾ ലഭ്യമല്ലാത്തതാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കാരുണ്യ ഫാർമസികൾ അനുദിനം അനാഥത്വത്തിലേക്ക് നീങ്ങുന്നതിന് കാരണം. കൃത്യമായി പണം കിട്ടാത്തതിനാൽ മരുന്നുകൾ നേരിട്ടെത്തിച്ചിരുന്ന പല കമ്പനികളും പിൻവാങ്ങാൻ ഒരുങ്ങുകയുമാണ്. ന്യൂസ് ഡെസ്ക് KCV. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കുട്ടനാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂമിക്കായി ഒരു തണൽ പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈ നടീലും പഠന ഉപകരണ വിതരണവും സംഘടിപ്പിച്ചു. നെടുമുടി ആറ്റുവാതല ഗവൺമെന്റ് LPS നടന്ന പരിപാടി ബ്ലോക്ക് മെമ്പർ ഹേമലത ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പം അറിയാവുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമുണ്ട്, വലിയ ദുരിതമുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മുടെ കുടിവെള്ള പ്രശ്നം. ഇന്ന് നമുക്ക് കുടിക്കാൻ വെള്ളമില്ല, നമുക്ക് മഴയില്ല, ഭൂമിക്കടിയിൽ വെള്ളമില്ല. അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കാര്യത്തിനാണെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ കാര്യത്തിനാണെങ്കിലും നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരത്തിന്റെ കാര്യത്തിനാണെങ്കിലും എല്ലാം വിഷാംശം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് കാരണക്കാർ. KS വിനീഷ് അധ്യക്ഷനായി. V രാജു, ജോജിമോൻ ജോസഫ്, MS അജിത് എന്നിവർ സംസാരിച്ചു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഐശ്വര്യ ഗോപിനാഥ് പഠന ഉപകരണം വിതരണം ചെയ്തു. കാവാലം PZ ജോസഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും തൊഴിൽ സംരംഭ ഉദ്ഘാടനവും നടന്നു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സ്കറിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പരിസരത്ത് നോക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട്. വളരെയേറെ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം. പണ്ട് പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നു, മരം ഒരു വരമാണ്, ഒരു മരം 10 പുത്രന്മാർക്ക് തുല്യമാണ് എന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ശരിയാണ്. ഈ മരം നടീലിലൂടെ നമുക്ക് നമ്മുടെ വരും തലമുറയുടെ ആരോഗ്യത്തെ വേണ്ടി രക്ഷിക്കുവാനും നല്ലൊരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയും നമുക്ക് സാധിച്ചിട്ടുണ്ട്. നാം എപ്പോഴും അന്തരീക്ഷത്തെ നിരന്തരമായി മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ റോജർ സാർ പറഞ്ഞതുപോലെ തൂത്തുവാരി എപ്പോഴും നാം തോടിലേക്ക് ഇടുക, ബൾബുകളും മറ്റും ഒക്കെ വലിച്ചെറിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അന്തരീക്ഷത്തെ നാം മലിനമാക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യത്തിനും ആവശ്യമില്ലാതെയും വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. കോട്ടപ്പള്ളി രത്നമ്മയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ആശാ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി റോജോ ജോസഫ് സ്വാഗതം പറഞ്ഞു. ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഫാദർ സെബാസ്റ്റ്യൻ എഴുന്നൂറ്റിൽ, CA ബെർണഡിറ്റ, KR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മെഴുകുതിരി നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനവും നടന്നു. കിടങ്ങറ സഹായി സംഘടനയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഹരിതശ്രീ പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി 3000 വൃക്ഷത്തൈകൾ സഹായിയുടെ നേതൃത്വത്തിൽ നട്ടു. മുട്ടാർ തലപ്പറമ്പിൽ നടന്ന പരിപാടി മുട്ടാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സഹായി ഡയറക്ടർ K മോഹൻലാൽ അധ്യക്ഷനായി. ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മുടെ ഊർജം, നമുക്ക് കിട്ടുന്ന ഭൗമ മണ്ഡലത്തിൽ വരുന്ന ഊർജം, അത് ഒരു ഭാഗം ഭൂമിയിൽ ആഗിരണം ചെയ്യുന്നു, ബാക്കി ഉയർന്നു മുകളിലോട്ട് പൊങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് ഈ ഇവിടെ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോകത്തെമ്പാടും ഈ ഹരിത വർണ്ണമാക്കുക എന്നുള്ളതാണ്. ഹരിതവർണ്ണം ആക്കുക. അപ്പോൾ ഒരു വൃക്ഷം വെട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു വൃക്ഷം പലതും വെക്കുന്നില്ല. പണ്ടത്തെ പോലെയുള്ള വൃക്ഷ കൂട്ടങ്ങൾ ഇന്നില്ലത് വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്ന ചില മരങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ വെച്ചുപിടിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ വെച്ചുപിടിപ്പിച്ചിട്ട് നമ്മുടെ ഭൂമിയുടെ സന്തുലാവസ്ഥ നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സഹായിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി ഇന്ന് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരിയമ്മ ബാബു വൃക്ഷത്തൈ വിതരണം ചെയ്തു. കെ കൃഷ്ണകുമാർ, തോമസ് ആന്റണി എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കയർഫെഡിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, DA സംബന്ധിച്ച എഗ്രിമെന്റ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കയർ ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU നടത്തിവന്ന സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ കയർഫെഡ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് സമീപത്തുനിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. തുടർന്ന് നടന്ന ധർണ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്തു. നബാർഡിന്റെ ഗ്രാമ പശ്ചാത്തല സൗകര്യ പദ്ധതിയില് നമ്മുടെ ആലപ്പുഴ കടപ്പുറത്ത് കടത്തീരത്തിന് ഒരു 200 കോടി രൂപയുടെ വായ്പ തരപ്പെടും. ഇത് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിലെ നബാർഡ് ചെയ്യാം. എല്ലാ വർഷവും കേരളത്തിന് 500 കോടി രൂപ, 600 കോടി രൂപ, 700 കോടി രൂപ പ്രഖ്യാപിക്കും. അത് പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റില് ചീഫ് സെക്രട്ടറി സംഘം അത് കൃഷിക്കിത്ര, റോഡിനിത്ര, ജലസേനത്ര എന്ന് വീതം വെച്ച് കൊടുക്കും. അതനുസരിച്ച് അവര് വായ്പ എടുത്ത് പണിയും. കോൺഫറൻസിൽ ഇവിടെ നിന്നുള്ള MLA ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള സാധാരണഗതിയിലുള്ള ഫണ്ട് വീതം വെക്കാൻ അതുപോലെ തുടർച്ചയായി ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശത്ത് കടലാക്രമണം ഉണ്ടാവുന്നതിൽ നിന്നും സംരക്ഷിക്കുവാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കണമെന്ന് തോമസ് ഐസക് ആവശ്യപ്പെട്ടു. CPM ജില്ലാ കമ്മിറ്റി അംഗം PV ചിത്തരഞ്ജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു, AM ആരിഫ് MLA, M സുരേന്ദ്രൻ, R നാസർ, അഡ്വക്കേറ്റ് U പ്രതിഭാഹരി തുടങ്ങിയവർ സംസാരിച്ചു. പരിസരം വൃത്തിയാക്കൂ, ഈ മഴക്കാലം രോഗരഹിതമാക്കൂ എന്ന സന്ദേശമുയർത്തി ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ മഴത്തുള്ളിക്കിലുക്കം എന്ന പേരിൽ കലാജാഥ സംഘടിപ്പിച്ചു. മഴക്കാല രോഗങ്ങളെ മുൻകൂട്ടി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ കലാജാഥയും ജനങ്ങൾക്ക് പുതിയ അനുഭവമായി.
മാലിന്യവും രോഗവും, ഗൃഹശുദ്ധി, ജലശുദ്ധി, ശുചിത്വം, പരിഹാരം തുടങ്ങിയ നിരവധി കാര്യങ്ങളടങ്ങിയ ലഘുലേഖകളും പരിപാടിയിൽ വിതരണം ചെയ്തു. കലാജാഥയോടനുബന്ധിച്ച് തെരുവ് നാടകവും നടന്നു. CITU നേതൃത്വത്തിൽ കയർ തൊഴിലാളികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. മുഹമ്മ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ ഹാളിൽ ചേർന്ന ശില്പശാല CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഫാക്ടറി മേഖല എത്ര പേർക്ക് പഠിക്കുന്നുണ്ട്? ഇനി നാളെ ചേർത്തലയിലും കാർത്തിപ്പള്ളിയിലുള്ള പെരിയിലേക്കുള്ള തൊഴിലാളികളുടെ കൺവെൻഷൻ ശില്പശാല പിടിച്ചിട്ടുണ്ട്. ചേർത്തലയിൽ അവിടെ വരുമ്പോൾ എത്ര തൊഴിലാളികളാണ് പണികളാണെന്ന് അവിടുത്തെ റിപ്പോർട്ട് നമുക്ക് ലഭ്യമാണ്. രണ്ട് പ്രധാന മേഖല മലബാർ മേഖലയാണ്. ആ മലബാർ മേഖലയിലെ ഇതേപോലെ ശില്പശാലകൾ നിശ്ചയിച്ചിട്ടുണ്ട്. കൊല്ലം മുന്നണിയിൽ തീരുമാനിച്ചിട്ടുണ്ട് 10-12 തീയതി നടക്കും. കൊല്ലത്ത് ഇതിലൂടെ അല്പം ഒരു മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതയുള്ളതാണ് കാണുന്നത്. ഈ ശില്പശാല നടക്കുമ്പോഴേ അറിയാം. ഇത്രയും പീഡിപ്പിക്കാനുള്ള തൊഴിലായ്മ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമായ കയർ വ്യവസായത്തിൽ അത് പ്രവർത്തിക്കുകയാണ്. ഇവിടെ സ്വാതന്ത്ര്യപ്രാസങ്ങളുണ്ടായി നമ്മൾ സാധ്യതയില്ലാത്ത ഒരു തെറ്റായ ധാരണ നിലനിൽക്കുന്നു. ഇതിന് ഈ വ്യവസായത്തിൽ വേണ്ട ശ്രദ്ധ തൊഴിലാളി പ്രസ്ഥാനമോ അല്ലെങ്കിൽ പക്ഷെ നമ്മുടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്നില്ല. ആ ധാരണ തിരുത്തണം. മുഹമ്മ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ CITU ജനറൽ സെക്രട്ടറി R. നാസർ അധ്യക്ഷത വഹിച്ചു. VS മണി, CK ഭാസ്കരൻ, TR ശിവരാജൻ, S. ബാഹുലയൻ തുടങ്ങിയവർ സംസാരിച്ചു. കയർ വ്യവസായത്തെ സംരക്ഷിക്കുക, കയർ ഫാക്ടറി തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കടലാക്രമണത്തിൽ നിന്ന് തീരദേശത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM കളക്ടറേറ്റ് മാർച്ച് നടത്തി. പുലിമുട്ട് നിർമ്മിക്കുക, കടൽഭിത്തി നിർമ്മിക്കുക, തീര പരിപാലന നിയമത്തിന്റെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് സമീപത്തുനിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. തുടർന്ന് നടന്ന ധർണ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്തു. നബാർഡിന്റെ ഗ്രാമ പശ്ചാത്തല സൗകര്യ പദ്ധതിയില് നമ്മുടെ ആലപ്പുഴ കടപ്പുറത്ത് കടത്തീരത്തിന് ഒരു 200 കോടി രൂപയുടെ വായ്പ തരപ്പെടുന്നു. ഇത് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിലെ നബാർഡ് ചെയ്യാം. എല്ലാ വർഷവും കേരളത്തിന് 500 കോടി രൂപ, 600 കോടി രൂപ, 700 കോടി രൂപ പ്രഖ്യാപിക്കും. അത് പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റില് ചീഫ് സെക്രട്ടറി സംഘം അത് കൃഷിക്കിത്ര, റോഡിനിത്ര, ജലസേനത്ര എന്ന് വീതം വെച്ച് കൊടുക്കും. അതനുസരിച്ച് അവർ വായ്പ എടുത്ത് പണിയും. കോൺഫറൻസിൽ ഇവിടെ നിന്നുള്ള MLA ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള സാധാരണഗതിയിലുള്ള ഫണ്ട് വീതം വെക്കാൻ കഴിയും. അതുപോലെ തുടർച്ചയായി ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശത്ത് കടലാക്രമണം ഉണ്ടാവുന്നതിൽ നിന്നും സംരക്ഷിക്കുവാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കണമെന്ന് തോമസ് ഐസക് ആവശ്യപ്പെട്ടു. CPM ജില്ലാ കമ്മിറ്റി അംഗം PV ചിത്തരഞ്ജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു, AM ആരിഫ് MLA, M സുരേന്ദ്രൻ, R. നാസർ, അഡ്വക്കേറ്റ് U. പ്രതിഭാഹരി തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി രാമങ്കരി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചു. അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് കുട്ടനാട് മേഖലാ കമ്മിറ്റിയും കുട്ടനാട് കൾച്ചറൽ ഫോറവും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. രാമങ്കരി പോലീസ് സബ് ഇൻസ്പെക്ടർ J. നിസാമുദ്ദീൻ വൃക്ഷത്തൈ നട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. AKCC മേഖലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ ചെറുകാട്, ബിനു കുര്യാക്കോസ്, നൈനാൻ തോമസ്, G. സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ ഉപദേവാലയ പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടന്നു. പുതുമന ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുതുമന ദാമോദരൻ നമ്പൂതിരി, പ്രതാപ് ശർമ്മ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. മൂലം ജലോത്സവത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്, കുട്ടനാട് MLA തോമസ് ചാണ്ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടക്കും. ശനിയാഴ്ച 3-ന് താലൂക്ക് കോൺഫറൻസ് ഹാളിലാണ് യോഗം നടക്കുകയെന്നത് കുട്ടനാട് തഹസീൽദാർ അറിയിച്ചു. ഇനി ചരമവാർത്തകൾ. ചതുർത്ഥ്യാകരി തളിത്തറ വീട്ടിൽ സരോജനി നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 10-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. മങ്കൊമ്പ് 60 ചിറ കോളനിയിൽ യുവതി ആക്രമണത്തിനിരയായെന്ന വാർത്ത വാസ്തവ വിരുദ്ധമെന്ന് കോളനി നിവാസികൾ.
വൃദ്ധയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് നാട്ടുകാർ, കൊച്ചുമകൻ പോലീസ് കസ്റ്റഡിയിൽ. പട്ടയമില്ലാതെ പായിപ്പാട്ടെ പട്ടിണി പാവങ്ങൾ. പട്ടയം ലഭിക്കാത്തതിനാൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും ഇല്ലത്തുപറമ്പ് കോളനി നിവാസികൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.